ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം. ഉദ്ധവഗീതയിൽ ഭഗവാൻ ഉദ്ധവരോടായി പറയുന്ന ഗുണവൃത്തികളെക്കുറിച്ചറിയാം ഈ വീഡിയോയിലൂടെ. സത്വാദി ഗുണങ്ങൾ വികസിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ചിത്തവൃത്തികളെക്കുറിച്ചാണ് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചിത്തവൃത്തികളെ കൊണ്ടാണ് ഓരോരുത്തരുടെയും സ്വഭാവം നിശ്ചയിക്കുന്നത്. ചിത്തത്തെ അറിയുന്ന അറിവാണ് ആത്മാവെന്നും ആ ആത്മാവായ തന്നിലാണ് ചിത്തം നിൽക്കുന്നത് എന്നും ബോധിച്ചുകൊണ്ടുവേണം ആ ചിത്തവൃത്തികളെ മനസ്സിലാക്കുവാൻ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അടക്കം ക്ഷമ, വിവേകം, തപസ്, സത്യം, ദയ, ഓർമ്മ, സന്തോഷം, ത്യാഗം, വിഷയങ്ങളിൽ ആഗ്രഹം ഇല്ലായ്മ, ശ്രദ്ധ, ലജ്ജ, ദാനം, ആത്മാവിൽ ആനന്ദം, സരളത എന്നിവ സത്വഗുണം നമ്മുടെ ചിത്തത്തിൽ വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന വൃത്തികളാണ്. ഇനി ആഗ്രഹം, പ്രയത്നം, അസന്തോഷം, ഗർവ്, തൃഷ്ണ, ആരെയും വകവയ്ക്കായ്മ, വിഷയങ്ങൾക്കായി ദേവന്മാരോട് പ്രാർത്ഥിക്കൽ, ഭേദബുദ്ധി, വിഷയഭോഗം, യുദ്ധം മുതലായവയിൽ താൽപ്പര്യം, അതേപോലെ കീർത്തിയിൽ ആഗ്രഹം, പരിഹാസം, സാമർത്ഥ്യം കാണിക്കൽ, ശക്തി പ്രകടനം, ഇവ രജോ ഗുണവൃത്തികളാണ്. ക്രോധം, ധനം ചെലവാക്കാൻ ഇഷ്ടമില്ലായ്മ, ആവശ്യമില്ലാതെ സംസാരിക്കൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, യാചിക്കൽ, വേദവിരുദ്ധ മതത്തെ ആശ്രയിക്കൽ, ധാർമ്മികനാണെന്ന് നടിക്കൽ, ക്ഷീണം, കലഹം, കഴിഞ്ഞതിനെപ്പറ്റി ആലോചിച്ച് ദുഃഖിക്കൽ, അവിവേകം, വിഷാദം, ദീനത, മടി, ഉറക്കം, ആശ, ഭയം, ഒന്നും പ്രവർത്തിക്കാതിരിക്കൽ, ഇവയെ ആണ് തമോ ഗുണത്തിൻ്റെ വൃത്തികളായി കാണുന്നത്. ഇനി 3 ഗുണങ്ങൾ കൂടി കലരുമ്പോഴുണ്ടാകുന്ന ആ ചിത്തവൃത്തികൾ എന്തെല്ലാമാണെന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ശരീരമാണ് താനെന്നും ദേഹത്തോട് ബന്ധപ്പെട്ടവ തൻ്റേത് എന്നുമുള്ള തോന്നൽ, അതേപോലെ ഗുണങ്ങൾ കൂടി കലരുമ്പോൾ ഉണ്ടാവുന്ന ആ ഭാവങ്ങളാണ്. മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണനും കൂടിച്ചേർന്ന് ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നതും സത്വരജസ് തമോ ഗുണങ്ങളുടെ ആ മേളനത്തിലാണ്. ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ശ്രദ്ധയുണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ 3 ഗുണങ്ങളും കൂടി കലർന്നിരിക്കുന്നു എന്ന് അനുമാനിക്കാം. അപ്പോൾ ശാസ്ത്രങ്ങളിലും ഗുരു ഉപദേശത്തിലും വിശ്വാസവും ധനസമ്പാദനത്തിലും വിഷയാനുഭവങ്ങളിലും ആസക്തിയുണ്ടാകും. ശമം, ദമം മുതലായ വൃത്തികളെ കൊണ്ട് സ്വാത്വികന്മാരെയും ആഗ്രഹം മുതലായവ വൃത്തികളെ കൊണ്ട് രാജസന്മാരെയും ക്രോധം തുടങ്ങിയ വൃത്തികളെ കൊണ്ട് താമസന്മാരെയും തിരിച്ചറിയുവാൻ കഴിയും. ഫലകാംക്ഷ കൂടാതെയുള്ള ധർമാചരണം കൊണ്ട് ഈശ്വരനെ ആരാധിച്ചു കഴിയുന്നയാൾ, അത് പുരുഷനായാലും ശരി സ്ത്രീയായാലും ശരി, സത്വഗുണപ്രധാനിയാണ്. ഇനി പലവിധ ആഗ്രഹങ്ങൾ സാധിക്കുവാനായി ഈശ്വരഭജനം ചെയ്യുന്നവൻ രാജസനും, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുവാനായി ഈശ്വരനെ ഭജിക്കുന്നവൻ താമസനുമാണ്. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ ചിത്തത്തിലാണ് നിൽക്കുന്നത്, ആത്മാവിലല്ല. ചിത്തത്തിലെ ഗുണവൃത്തികളെ അറിയുന്ന ആത്മാവ് അവയെ തൻ്റേതായി അഭിമാനിക്കുമ്പോഴാണ് ആത്മസ്വരൂപത്തെ മറന്ന് ജീവനായി തീർന്ന് പിന്നീട് ബദ്ധനാകുന്നത്. ചിത്തത്തിൽ സത്വഗുണം മറ്റ് 2 ഗുണങ്ങളെയും അപേക്ഷിച്ച് വളരുമ്പോൾ അറിവും ധർമാചരണത്തിൽ ശ്രദ്ധയും സുഖവും അനുഭവപ്പെടും. രജോ ഗുണം മറ്റു 2 ഗുണങ്ങളെക്കാൾ അഭിവൃദ്ധിയെ പ്രാപിക്കുമ്പോൾ വിഷയങ്ങളോട് ചേർച്ച, ഭേദബുദ്ധി, ശക്തി മുതലായവ ഉണ്ടാകുന്നു. കർമ്മം ചെയ്യുന്നതിലും കീർത്തിയിലും ധനത്തിലും താൽപ്പര്യമുണ്ടാവുകയും ദുഃഖം അനുഭവപ്പെടുകയും ചെയ്യും. തമോ ഗുണം രജോ ഗുണത്തെയും സത്വഗുണത്തെയും അതിക്രമിച്ച് വർദ്ധിക്കുമ്പോൾ കഴിഞ്ഞതിനെയോ വരാൻ പോകുന്നതിനെയോ ആലോചിക്കാൻ സാധിക്കാതെ വിവേകമെല്ലാം നഷ്ടപ്പെട്ട് ശോകം, ഭ്രമം, ഉറക്കം, ഹിംസ, ആശ എന്നീ വൃത്തികൾ വർദ്ധിച്ചു വരും. ചിത്തത്തിന് പ്രസാദവും ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിൽ നിന്ന് നിവൃത്തിയും ശരീരാഭിമാനമില്ലായ്മയും മനസ്സിന് നിസ്സംഗതയും ഉണ്ടാകും. സത്വഗുണം വളർന്നാൽ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ കൊണ്ട് ചിത്തം എപ്പോഴും ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയും ശരീരത്തിന് സ്വസ്ഥതയില്ലാതെയായിരിക്കുകയും മനസ്സും ഇന്ദ്രിയങ്ങളും ചഞ്ചലമായി തീരുകയുമാണെങ്കിൽ ചിത്തത്തിൽ രജോ ഗുണം വളർന്നിരിക്കുന്നു എന്ന് അനുമാനിക്കാം. ചിത്തത്തിന് ഒന്നിനെയും ഓർമ്മിക്കാൻ കഴിയാതെ വരികയും
അതേപോലെ മനസ്സ് വിഷാദമുഖമായി അന്ധകാരത്തിൽ ലയിക്കുകയുമാണെങ്കിൽ തമോ ഗുണവൃദ്ധിയാണെന്നുള്ളത് മനസ്സിലാക്കാം. സത്വഗുണത്തിൻ്റെ ആധിക്യത്താൽ ദേവന്മാർക്കും രജോ ഗുണം വളരുമ്പോൾ അസുരന്മാർക്കും, തമോ ഗുണത്തിൻ്റെ വികാസത്തിൽ രാക്ഷസന്മാർക്കും ബലം വർദ്ധിക്കും. സത്വഗുണം വികസിക്കുമ്പോൾ ജാഗ്രതാവസ്ഥയും രജോ ഗുണ വികാസത്തിൽ സ്വപ്നാവസ്ഥയും, ഇനി തമോ ഗുണമാണ് വളരുന്നത് എങ്കിൽ സുഷ്പതിയും ഉണ്ടാകുന്നു. ഈ 3 അവസ്ഥകളിലും മാറ്റമില്ലാതെ ബോധം ഒരു തുരീയാവസ്ഥയാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ബ്രാഹ്മണനായി ജനിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മേലോട്ട് സത്യലോകം വരെ ഉയരുകയും ചെയ്യുന്നു. തമോ ഗുണം വളരുമ്പോൾ വൃക്ഷങ്ങളായോ മറ്റ് അചേതനങ്ങളായോ അധപതിക്കുന്നു. ഇനി രജോ ഗുണത്തിനാണ് പ്രാബല്യമെങ്കിൽ ഉത്കർഷമോ അധപതനമോ ഇല്ലാതെ മനുഷ്യനായി തന്നെ ജനിക്കുന്നു. അപ്പോഴും ഒരു പടി മേലെയാണ് വൃക്ഷങ്ങൾ. ഇനി ചിത്തത്തിൽ സത്വഗുണത്തിൻ്റെ ആ അഭിവൃദ്ധിയുള്ളപ്പോൾ ശരീരം ഉപേക്ഷിച്ചാൽ സ്വർഗലോകത്തെയും, രജോ ഗുണത്തിന് പ്രാബല്യമുള്ളപ്പോൾ മരിച്ചാൽ മനുഷ്യലോകത്തെയും, ഇനി തമോ ഗുണാധിക്യത്തിലാണോ നമ്മൾ ദേഹം വെടിയുന്നത് എങ്കിൽ നരകത്തെയുമാണ് പ്രാപിക്കുന്നത്. 3 ഗുണങ്ങളെയും അകറ്റി ദേഹത്യാഗം ചെയ്യുന്നവർ നിർഗുണ ബ്രഹ്മമാകുന്ന ആ ഭഗവാനെയാണ് പ്രാപിച്ച് മുക്തരായിത്തീരുന്നത്. ഫലത്തെ ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാത്വികങ്ങളും, അതേപോലെ ഫലകാംക്ഷയോടെ ചെയ്യുന്നവ രാജസങ്ങളും, ഹിംസയോടുകൂടിയോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ വേണ്ടിയോ ചെയ്യുന്ന കർമ്മങ്ങൾ താമസങ്ങളുമാണ്. എല്ലാ വസ്തുക്കളെയും ആത്മസ്വരൂപേണ അറിയുന്ന ജ്ഞാനം സ്വാത്വികവും, ഓരോ ശരീരങ്ങളിലെയും ജീവന്മാരെ വെവ്വേറെയായി അറിയുന്ന ജ്ഞാനം രാജസവും, തന്നെയും മറ്റുള്ളവരെയും വെറും ശരീരം മാത്രമായി അറിയുന്ന ആ ഒരു ജ്ഞാനത്തെ താമസവും ആയാണ് പറയുന്നത്. പരമാത്മാവായ ഭഗവാനിൽ നിഷ്ഠയോടുകൂടിയ ജ്ഞാനമാണ് നിർഗുണം. ഇനി വനം സ്വാത്വികവും, ഗ്രാമം രാജസവും, ചൂതുകളി മുതലായവ അധർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ആണ്. ഭഗവത് ക്ഷേത്രങ്ങൾ നിർഗുണമായ വാസസ്ഥലങ്ങളാണ്. നിസ്സംഗനായി പ്രവർത്തിക്കുന്നവൻ സ്വാത്വികനും, ആഗ്രഹത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നവൻ രാജസനും, പൂർവാപര ചിന്തയില്ലാതെ തോന്നിയത് ചെയ്യുന്നവൻ താമസനുമാണ്. ആത്മജ്ഞാനത്തെ പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങളിൽ ഉള്ള ശ്രദ്ധ സ്വാത്വികവും, വൈദിക കർമ്മങ്ങളിലെ ശ്രദ്ധ രാജസവും, അധർമ്മത്തിലുള്ള ശ്രദ്ധ താമസവും, ഈശ്വരനെ സേവിക്കുന്നതിലുള്ള ശ്രദ്ധ നിർഗുണവുമാണ്. പഥ്യവും ശുദ്ധവുമായ ആഹാരം സ്വാത്വികന്മാർക്കും, ഇന്ദ്രിയങ്ങൾക്കിഷ്ടമായവ രാജസന്മാർക്കും, ദുഃഖത്തെ ഉണ്ടാക്കുന്നവയും അശുദ്ധവുമായ ആഹാരം താമസന്മാർക്കും പ്രിയപ്പെട്ടവയായിരിക്കും. ആത്മാനുഭൂതിയിൽ നിന്നുണ്ടാകുന്ന സുഖം സ്വാത്വികവും, ശബ്ദാദി വൈഷയിക ആ സുഖം രാജസവും, അജ്ഞാനത്തിൽ നിന്നും ദീനതയിൽ നിന്നും ഉണ്ടാകുന്ന സുഖം താമസവും, പരമാത്മാവായ ഭഗവാനെ ആശ്രയിച്ചാൽ അനുഭവപ്പെടുന്ന ആ ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖത്തെ നിർഗുണം എന്നുമാണ് പറയുന്നത്. പഥ്യം, അപഥ്യം, ശുദ്ധം, അശുദ്ധം എന്നീ പദാർത്ഥങ്ങൾ, വനം മുതലായ വാസസ്ഥാനങ്ങൾ, സുഖം, ദുഃഖം തുടങ്ങിയ അനുഭവങ്ങൾ, ജ്ഞാനം, കർമ്മം, കർമ്മം ചെയ്യുന്നവൻ, ശ്രദ്ധ, ജാഗ്രതാദി അവസ്ഥകൾ, ദേവൻ, മനുഷ്യൻ, മൃഗം എന്നീ ആകൃതികൾ, സ്വർഗം, ഭൂമി, നരകം എന്നീ ലോകങ്ങൾ, ഇവയ്ക്കെല്ലാം കാരണം സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാണ്. പ്രകൃതി പുരുഷന്മാരുടെ ചേർച്ച കൊണ്ടുണ്ടാവുന്നവയും, കാണാൻ കഴിയുന്നവയും, കേട്ടറിയുവാൻ കഴിയുന്നവയും, അതേപോലെ ബുദ്ധി കൊണ്ട് ഊഹിച്ചറിയുവാൻ സാധിക്കുന്നവയുമായ എല്ലാ പദാർത്ഥങ്ങളും ത്രിഗുണമയമാണ്. ഇനി സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളിൽ നിന്നുണ്ടായ കർമ്മവാസനകളാണ് ജീവൻ്റെ ചിത്തവൃത്തികളായി തീർന്ന് സംസാരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ചിത്തവൃത്തികളെ ജയിക്കുവാൻ കഴിഞ്ഞാൽ ജീവന് ഭക്തിയോഗം കൊണ്ട് പരമാത്മാവായ ഭഗവാനിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ച് ഭഗവാനോട് ഏകീഭവിച്ച് മുക്തനായി തീരുവാൻ സാധിക്കും. ആത്മാവാണ് ഞാനെന്ന അല്ലെങ്കിൽ ആത്മാവാണ് താനെന്ന ബോധമാകുന്ന ജ്ഞാനത്തെയും ആത്മാനുഭൂതിയാകുന്ന വിജ്ഞാനത്തെയും സമ്പാദിക്കുവാൻ പറ്റിയ ഒരു മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ചിത്തത്തിലെ ഗുണങ്ങളോടു കൂടിയുള്ള ആ ചേർച്ചയെ അകറ്റി നിർഗുണ ബ്രഹ്മമാകുന്ന ആ ഭഗവാനെ ഭജിക്കുകയാണ് വിവേകികൾ ചെയ്യേണ്ടത്. ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നൊരു നിമിഷം പോലും മറക്കാതെ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി മനസ്സിനെ നിസ്സംഗമാക്കി തീർത്ത് മനസ്സിനെ സാക്ഷിഭാവത്തിൽ അറിയുന്ന ആ ആത്മാവിനെ ഭജിക്കുക. അപ്രകാരം ഭജനം കൊണ്ട് ചിത്തത്തിൽ സത്വഗുണം വളർന്നു വരും.
സത്വഗുണം കൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിക്കണം. അതേപോലെ ചിത്തത്തിലെ 3 ഗുണങ്ങളിൽ കൂടി പ്രകടമായി തീരുമ്പോഴാണ് ആത്മാവ് ജീവഭാവത്തെ പ്രാപിക്കുന്നത്. ചിത്തത്തിൽ നിന്ന് ഗുണങ്ങൾ നീങ്ങിയാൽ ചിത്തം ആത്മാവിൽ ലയിക്കുന്നു. ജീവൻ ജീവത്വത്തെ വിട്ട് പരബ്രഹ്മ തത്വമായ ഭഗവാനിൽ ലയിച്ച് പൂർണ്ണമായി തീരുകയും ചെയ്യും. പിന്നീട് അതുതന്നെയാണ് ജന്മസാഫല്യമാകുന്ന ആ ഈശ്വരപ്രാപ്തി. ഭഗവാൻ ഉദ്ധവരോടായി പറഞ്ഞ ഈ ഗുണങ്ങൾ ഇവ നമ്മൾക്കുണ്ടോ എന്ന് സ്വയം നാം ഒന്ന് പരിശോധിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പ ശരണം.